നമ്മൾ കേരളത്തിൽ താമസിക്കുന്നതുകൊണ്ട് കേരളത്തില് ഈ വിജാതീയർക്ക് അധികം കഥകളുണ്ട്. ആ കഥാപുരുഷന്മാരായിട്ടാണ് ഈ അവരുടെ ദൈവങ്ങളെ ഏ, ദൈവങ്ങളെ ഇങ്ങനെ പഠിപ്പിക്കുകയോ കാണിക്കുകയോ ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ യേശുക്രിസ്തുവിനെയും ഒരു അതിന് തുല്യമായ ഒരു മനുഷ്യനായിട്ടാണ് പെട്ടെന്ന് ആൾക്കാര് മനസ്സിലാക്കി പോകുന്നത്. എന്നാൽ യേശുക്രിസ്തു ഏ അവൻ ദൈവപുത്രനായി മനുഷ്യജാതിയുടെ പാപത്തിന്റെ പ്രായശ്ചിത്തമായി ക്രൂശിൽ കയറി മരണം വരിച്ച് ഉയർത്തെഴുന്നേറ്റ് നമ്മളുടെ പാപപരിഹാരം പൂർണ്ണമാക്കാൻ വേണ്ടിയിട്ട്, പാപത്തിന് പൂർണ്ണ ശാന്തി തരാൻ വേണ്ടിയിട്ട് അവൻ വന്നതാണ്. അവൻ ലോകത്തിലേക്ക് വന്നതാണ്. ആ അർത്ഥത്തിൽ നമ്മൾ എടുത്തേ ഒക്കുകയുള്ളൂ. അല്ലാതെ ഈ വിജാതീയ ദൈവങ്ങള് പോലെ അവരിൽ ഒരാളെ പോലെ യേശുക്രിസ്തുവിനെ കൺസിഡർ ചെയ്യരുത്. നമ്മള് ഇപ്പൊ ഞാന് ഈ പ്രത്യേക ഭവനത്തിൽ ഒരു അപ്പനും അമ്മയ്ക്കും മകനായിട്ട് ജനിച്ച് വളർന്ന് ആ ദേശത്ത് പാർത്ത് ജോലിയൊക്കെ ചെയ്ത് റിട്ടയർ ചെയ്ത് അങ്ങനെ ആയിരിക്കുന്നത് പോലെ ഈ യേശുക്രിസ്തു അവന്റെ 33 വയസ്സ് വരെ ബേത്ലഹേമിൽ ജനിച്ച് മറിയയുടെ മകനായി വളർന്ന് അവർക്ക് പരിചിതമാണ്. അത് അത്രമാത്രം ചരിത്രപരമായ കാര്യമാണ്. അല്ലാതെ ഒരു കഥയായിട്ട് നമ്മൾ എടുക്കരുത്. കഥയല്ല യേശുക്രിസ്തു, ഒരു കഥയല്ല. അത് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് പോലെ യേശുക്രിസ്തു 2000 വർഷം മുമ്പ് ജീവിച്ചിരുന്നു. എന്നിട്ട് മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി അവൻ അവരുടെ പാപത്തിന്റെ പ്രായശ്ചിത്തത്തിനായിട്ട് അവൻ ആ പാപം വഹിച്ച് ക്രൂശിൽ കയറി നമുക്ക് പാപത്തിൽ നിന്ന് വിമോചനം തന്നു. അത്ര വലിയ രക്ഷ അവൻ നമുക്ക് തന്നു. ആ തന്നതായിട്ട് അത് പൂർണ്ണമായിട്ട് നമ്മൾ വിശ്വസിക്കണം. ഒരു കഥാപുരുഷനായിട്ട് എടുക്കരുത്. കഥാപുരുഷനല്ല, ചരിത്ര പുരുഷനാണ്. യേശുക്രിസ്തു ഒരു ചരിത്ര പുരുഷനാണ്. ആ ചരിത്ര പുരുഷൻ നമ്മൾ ഇന്ന് ജീവിക്കുന്നത് പോലെ ഈ 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ ജീവിക്കുന്നത് പോലെ യേശുക്രിസ്തു അന്ന് ജീവിച്ചിരുന്നു. അങ്ങനെ അവൻ വാസ്തവമായും ദൈവപുത്രനായി ഭൂമിയിൽ ജനിച്ച് നമ്മളുടെ പാപത്തിന്റെ പ്രായശ്ചിത്തം അവൻ ചെയ്ത് നമ്മളെ നിത്യജീവനിലേക്ക് കൊണ്ടുപോയി. അവന്റെ മരണം മൂലമാണ് നമുക്ക് മരണവും ഉയർത്തെഴുന്നേൽപ്പും മൂലമാണ് നമുക്ക് നിത്യജീവൻ ലഭിച്ചത്. ആ നമുക്ക് നിത്യജീവൻ ലഭിക്കാൻ വേണ്ടിയാണ് അവൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. അതുകൊണ്ട് അത് പൂർണ്ണമായിട്ട് വിശ്വസിച്ച് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ആൾക്കാർക്കൊക്കെ ഇതൊരു കഥയായിട്ട് കേൾക്കുന്നത് വളരെ സന്തോഷമാണ്. ഞങ്ങൾ പ്രൈമറി ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ സാറുമാർ പറയും, യേശുവിൻ്റെ കഥയൊന്ന് പറ. പക്ഷെ കഥ പറയാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ കഥയെല്ലാം പറഞ്ഞു കഴിയുമ്പം പിന്നെ ഒരു കാര്യം കൂടെ പറയും. ഏതാണ്? യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയി ഇനിയും നമ്മളെ ചേർക്കാനായിട്ട് അവൻ വരുമെന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലാകുന്നില്ല, അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ആകെ പ്രയാസമായി അവർക്ക്.
പക്ഷെ നമ്മൾ അത് വളരെ സ്പഷ്ടമായിട്ട് നമ്മുടെ സഹോദരങ്ങളോട്, ന- നമ്മുടെ സഹജീവികളോട് അത് നമ്മൾ പറഞ്ഞു കൊടുക്കുകയും ആ രക്ഷയിലേക്ക് അവരെ കൊണ്ടുവരികയും ചെയ്യേണ്ടത് നമുക്ക് നമുക്ക് ഉള്ള ദൗത്യമാണ്. കർത്താവ് നമുക്ക് തന്നിരിക്കുന്നതാണ്. വേറൊരാൾ വന്ന് ചെയ്യാനല്ല. നമ്മുടെ തെക്ക് വശത്തും വടക്ക് വശത്തും ഉള്ളവര് അവരെ രക്ഷിക്കപ്പെടണം. അതിനു വേണ്ടിയിട്ട് നമ്മളെ അവരുടെ മധ്യേ വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ക്രിസ്ത്യാനികളെ അങ്ങും ഇങ്ങും ആയിട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ കർത്താവിനെ കുറിച്ച് പറയുന്നതിനോ അത് പഠിപ്പിക്കുന്നതിനോ നമ്മൾ ഒരിക്കലും മനസ്സില്ലാതെ ഇരിക്കരുത്. തന്നെയല്ല, അത് നമ്മളുടെ ഒരു കർത്തവ്യമാണെന്നുള്ളത് ഓർത്ത് നമ്മളത് ചെയ്തുകൊണ്ടേയിരിക്കണം. നമുക്ക് സംസാരിക്കാനായിട്ട് ഒരു സഹോദരന് നമുക്കൊരു സംസാരിക്കാനായിട്ട് കിട്ടിയ ആ ആളോട് ഇത് നമുക്ക് പറഞ്ഞു കൊടുക്കാം. കാരണം അത് വേറെ എങ്ങൊന്നും അവർക്ക് കിട്ടത്തില്ല. അങ്ങനെ അവരെ രക്ഷയിലേക്ക് കൊണ്ടുവരേണ്ടത് നമ്മൾ ക്രിസ്ത്യാനികൾക്ക് ചെയ്യാനുള്ള കാര്യമാണ്. അത് നമ്മൾ ചെയ്യണം. അത് ചെയ്ത് അത് മാത്രമേ നമ്മൾ കർത്താവിൻ്റെ ശിഷ്യന്മാരായി തീരുന്നുള്ളൂ. ശിഷ്യന്മാര് കർത്താവിൻ്റെ മരണശേഷം എന്താ ചെയ്തേ? അവര് ഓരോ സ്ഥലങ്ങളിലേക്ക് പോയി അവര് കർത്താവിനെ കുറിച്ച് പറഞ്ഞ് വിശ്വസിച്ച് സ്നാനം കഴിപ്പിച്ച് സഭയിലേക്ക് ചേർക്കുകയായിരുന്നു. അങ്ങനെയാണ് സഭ വളർന്നത്. നമുക്കും നമ്മുടെ ദേശത്ത് നമ്മുടെ സഭ വളരേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് കഴിയുന്നിടത്തോളം, നമുക്ക് ചെയ്യാവുന്നിടത്തോളം നമ്മളെ ഈ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ സമൂഹത്തോട് പറഞ്ഞു കൊടുത്ത് അവരെ ഈ കാര്യത്തിലേക്ക് ഉറപ്പിക്കേണ്ട ആവശ്യം നമുക്കുണ്ട്. അത് എത്രമാത്രം ഒട്ടും സാധിക്കുന്നില്ല. ഇത് പറയുമ്പോഴത്തേന് അവർ വേറെ എന്തെങ്കിലും കാര്യം കൊണ്ടുവന്നവർ അതിനകത്തേക്ക് അങ്ങ് പോകും. നമ്മളെ കൂടെ പിടിച്ച് അവരുടെ ആ ആ ചരിത്രത്തിലേക്ക് കൊണ്ടുപോകാൻ അവർ ശ്രമിക്കും. നമുക്ക് ഉത്സാഹത്തോടെ ആയിരിക്കണം. നമുക്ക് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ജോലിയാണ്. ഭൂലോകം എങ്ങും പോയി എൻ്റെ സൃഷ്ടികളോട് സുവിശേഷം അറിയിക്കുക എന്നുള്ളത് നമ്മളുടെ കർത്തവ്യമാണ്. ആ കർത്തവ്യം നിറവേറ്റുവാനായിട്ട് നമ്മൾ ആരും മടിക്കരുത്. നമുക്ക് ചെയ്യണം. അതിന് നമ്മൾ ഓരോരുത്തരും സഹായിക്കപ്പെടുമാറാകട്ടെ. വീണ്ടും കർത്താവിൽ നിന്ന് കേൾക്കുവാനായിട്ട് ദൈവം നമ്മളെ സഹായിച്ചല്ലോ. കഴിഞ്ഞ തവണ കേട്ട കാര്യങ്ങൾ ഒന്നുകൂടി കേൾക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങുവാനായിട്ട് ദൈവാത്മാവ് വീണ്ടും ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണല്ലോ നമുക്കത് വീണ്ടും കേൾക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ഇന്ന് ദിവർ തുടങ്ങിയപ്പോൾ ഇങ്ങനെ പറയുകയുണ്ടായി, കർത്താവിനെ കാണുവാനായിട്ട് ആഗ്രഹിച്ച എല്ലാ വ്യക്തി ജീവിതത്തിൽ അവനെ തന്നെ വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ ഞാനും ഇത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഹൃദയത്തിലൂടെ കടന്നുപോയ ഒരു കാര്യം, കർത്താവിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹവും അത് തന്നെയാണ്. തോമസിനെ കുറിച്ച് നമ്മൾ കേട്ടപ്പോൾ അത് കാണുവാനുള്ള ഒരു ആഗ്രഹം, അവരുടെ അവിശ്വാസം ഉണ്ട് എന്ന് കർത്താവ് തന്നെ പറയുമ്പോഴും നേരിട്ട് കാണുന്ന അതിൻ്റെ ഹൃദയത്തിലെ ആ ഒരു ആഗ്രഹത്തെ അവിടെ കാണുവാനായിട്ട് കഴിയും. ആ സ്ത്രീകളായാലും എമ്മോസിലേക്ക് പോയ ആ പ്രിയപ്പെട്ടവരായാലും പത്രോസ് ആണെങ്കിലും എല്ലാവർക്കും കർത്താവിനെ കാണണം എന്നുള്ളൊരു അതിയായിട്ടുള്ളൊരു വാഞ്ച അവരുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ ജീവിതത്തിൽ കർത്താവിനെ കാണുവാനായിട്ട് കർത്താവ് അവർക്ക് അവരുടെ ജീവിതത്തിലെ ഭാഗ്യം കൊടുത്തു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. തോമസ് എന്താണോ തൻ്റെ സഹ ആൾക്കാരോട് പറഞ്ഞത്, അതേ വാക്കുകൾ തന്നെ പറഞ്ഞുകൊണ്ട് ആ ഒരു കാര്യം എൻ്റെ ഈ കൈകളെ കാണുക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ആ ഒരു കാര്യം എൻ്റെ ഹൃദയത്തിലേക്ക് വന്നത്, നീ എന്നെ കാണുക, എന്നെ ആ ഒരു അവസ്ഥയിൽ. കാരണം ഈ 14 അധ്യായത്തിലാണല്ലോ കർത്താവ് പറയുന്നത്. കർത്താവ് ഇങ്ങനെ പറയുമ്പോൾ ഇത് 14
4 വട്ടം വായിക്കും, ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു പറയുമ്പോൾ തോമസ് പറയുന്ന, കർത്താവ് നീ എവിടെയാ പോകുന്നത് എന്ന് ഞങ്ങൾ അറിയുന്നതൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞ ആ ഒരു തോമസിൻ്റെ ആ ഒരു അതേ ഒരു ഹൃദയത്തിലെ ഒരു ചിന്തയാണ് നിങ്ങളെല്ലാവരും നേരിട്ട് കണ്ടു, ഇനിയിപ്പോൾ എനിക്ക് നേരിട്ട് കണ്ടേ പറ്റത്തുള്ളൂ, എന്നാലേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ എന്ന് പറയുമ്പോൾ ആ തോമസിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ തൃപ്തിപ്പെടുത്തുന്ന കർത്താവിൻ്റെ ആ ഒരു സ്നേഹം, എന്താണോ തോമസ് പറഞ്ഞത് അതേ കാര്യം, നീ എൻ്റെ കൈകളിലെ ആണിപ്പഴുത് കാണുക, എൻ്റെ വിലാപ്പുറത്ത് വിരലിടുക എന്ന് പറയുമ്പോൾ എന്താണ് അവൻ്റെ ഹൃദയത്തിലൂടെ കടന്നുപോയ ആ വിചാരങ്ങളിൽ നിന്ന് കർത്താവ് കണ്ട് ആ വിചാരങ്ങളെ ഒരു എങ്ങനെ ആണ് കർത്താവ് അവനെ വെളിപ്പെടുത്തി കൊടുത്തത് എന്നുള്ളത് അത് മനസ്സിലാക്കിയപ്പോഴാണ് നമ്മൾ ഈ എൻ്റെ ദൈവവും എൻ്റെ കർത്താവുമായുള്ളൂ എന്ന് പറയുമ്പോൾ സന്ദീപർ പറഞ്ഞ ആ ഒരു കാര്യം റോമർ 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കും. നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ കർത്താവിനെ നമ്മൾ ജീവിതത്തിൽ സ്വീകരിക്കുകയും യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുകയും ചെയ്യുന്ന അതേ ഒരു കാര്യം തന്നെയാണ് അവിടെയും യഥാർത്ഥമായിട്ട് സംഭവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഞാനിങ്ങനെ ചിന്തിക്കുന്നു, ഞാൻ എൻ്റെ യേശുവിനെ രക്ഷകനായിട്ട് കർത്താവായിട്ട് സ്വീകരിച്ചിരിക്കുമ്പോൾ എത്രത്തോളം എൻ്റെ ജീവിതത്തിൽ കർത്തൃത്വം കർത്താവ് നടത്തുവാനായിട്ട് ഇടയാകുന്നുണ്ട്. കാരണം ഓരോ കാര്യത്തിലും അവനാണ് കർത്താവ്. നമ്മൾ ഇടയ്ക്ക് കേട്ടതുപോലെ അതോ ഇടയ്ക്ക് സ്റ്റിയറിങ് ഞാൻ തന്നെ ഏറ്റെടുക്കുന്നുണ്ടോ എന്ന് ഒന്നുകൂടി ചിന്തിക്കാനായിട്ട് അതിലൂടെ കടന്നു പോകാനായിട്ട് ദൈവം ഇടയാക്കി. ഞാനതിനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ എന്നെ തന്നെ താഴ്ത്തുന്നു. പിന്നീട് നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ടതുപോലെ തന്നെ അല്ലേ, നമ്മൾ 6 കൂട്ടം കാര്യങ്ങൾ കേട്ടപ്പോൾ ഈ അവിശ്വാസത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് അവിടെ പറയുകയുണ്ടായി. സ്ത്രീമക്കളുടെ ജീവിതത്തിലും ഉണ്ടായ ആ ഒരു കാര്യം അത് അവിശ്വാസമായിരുന്നു. നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിക്കുമ്പോഴും അവിടെ സഹോദരന്മാരെ എന്നും വിളിച്ചുകൊണ്ടുള്ള ഒരു കാര്യമുണ്ട്. 3-ാം അധ്യായത്തിലാണ്, ഞാൻ അത് എടുത്ത് വായിക്കുന്നില്ല. അവിശ്വാസമുള്ളൊരു ദുഷ്ടഹൃദയം നിങ്ങൾക്കുണ്ടാകരുതെന്ന് പറയുമ്പോൾ അത് വിശ്വാസിയുടെ ജീവിതത്തിലും യഥാർത്ഥമായിട്ടും ചില സാഹചര്യങ്ങളിൽ കർത്താവിൽ വിശ്വസിക്കാതിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നത് കൊണ്ടാണല്ലോ അവിടെ അങ്ങനെ ഒരു കാര്യം പറയാനായിട്ട്. കാരണം കഴിഞ്ഞ കാലം ജീവിതത്തിൽ നമ്മളെ നടത്തിയ ദൈവത്തിലുള്ള ഒരു ആശ്രയ ബോധവും ആ ഒരു നടത്തിപ്പും നമ്മൾ ഒരുപക്ഷെ മറന്നു പോകുന്നതുകൊണ്ടായിരിക്കും മറ്റെന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ ചഞ്ചലചിത്തരായിട്ട് അല്ലെങ്കിൽ ഇനി എങ്ങനെയാണ് മുമ്പോട്ട് പോകാനായിട്ട് കഴിയുക എന്നൊക്കെ ഉള്ള ഒരു ചിന്തയൊക്കെ വരുന്നത്. അപ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിലും ഈ ഒരു ഹൃദയം കഠിനമായി പോകുന്നൊരവസ്ഥ, അല്ലെ പാപത്തിൻ്റെ ചതിയാൽ കഠിനപ്പെട്ടു പോകുന്ന അവസ്ഥ, അവിടെയൊക്കെയാണല്ലോ ഈ ഒരു അവിശ്വാസം ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അങ്ങനെ ആയിത്തീരുവാനായിട്ട് ഇടയാകരുത് എന്നുള്ളത് നമുക്ക് ഈ വചനത്തിലൂടെ ദൈവം നമ്മളെ വളരെ അവൻ്റെ ഹൃദയത്തിലുള്ളൊരു ആഗ്രഹമാണ് നമ്മളോട് പറയുന്നത്. നിങ്ങൾ അവിശ്വാസിയാകാൻ പാടില്ല. നീ എന്നോടുകൂടെ തോമസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ 3.5 വർഷം കർത്താവിൽ നിന്ന് കേൾക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തു. കർത്താവിൻ്റെ അടയാളങ്ങളെയൊക്കെ കണ്ടു. കർത്താവ് എങ്ങനെയാണ് ഓരോ സാഹചര്യത്തിലൂടെയും ഇടപെടുന്നത് എന്ന് കണ്ട ഒരു വ്യക്തി അങ്ങനെ അവിശ്വാസിയാകാനായിട്ട് പാടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രയോ നാളുകളായിട്ട് കർത്താവിൻ്റെ വചനം നമ്മൾ കേൾക്കുന്നു. കർത്താവിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായിട്ട് നമ്മൾ അനുഭവിച്ചറിയുന്നു. അത് വീണ്ടും ഒരു പ്രശ്നത്തിൻ്റെ മുമ്പാകെ നിൽക്കുമ്പോൾ, അല്ലൊരു ആവശ്യത്തിൻ്റെ മുമ്പാകെ നിൽക്കുമ്പോൾ അവിശ്വാസിയാകാനായിട്ട് ഇടയായിത്തീരാതെ കർത്താവിൻ്റെ ആ പദ്ധതിക്ക് കീഴ്പ്പെട്ടിരുന്നുകൊണ്ട് കർത്താവിൽ നിന്ന് ദിനംപ്രതി കേൾക്കുന്ന ഒരു കാര്യം, അത് ഏറ്റവും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യമാണ്. കർത്താവ്, ഞാൻ ഇന്ന് എന്താണ് ചെയ്യേണ്ടത്, ഞാൻ എവിടെയാണ് ആയിരിക്കേണ്ടത്, ഞാൻ ആരോടാണ് സംസാരിക്കേണ്ടത്, ആരിൽ നിന്ന് ഞാൻ കേൾക്കേണ്ടത്, എന്താണ് പ്രവർത്തിക്കേണ്ടത് എന്നൊക്കെയുള്ള ഒരു ചിന്തയോടുകൂടിയും ഒരു ആഗ്രഹത്തോടുകൂടിയും കർത്താവിൻ്റെ സന്നിധിയിൽ രാവിലെ തോറും ഇരുന്ന് കേട്ട് ഓരോ ദിവസവും എനിക്ക് എൻ്റെ പദ്ധതിയല്ല, ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് അവൻ്റെ പുസ്തക ചുരുളിൽ എഴുതിയിരിക്കുന്നു. നമ്മൾ യേശുവിനെ കുറിച്ച് വായിക്കുമ്പോൾ നീ എനിക്കൊരു ശരീരം ഒരുക്കിയിരിക്കുന്നു, നിന്റെ ഇഷ്ടം ചെയ്യാനായിട്ട് ഞാൻ പ്രിയപ്പെടുന്നു എന്ന് എഴുതിയിരിക്കുന്ന പോലെ തന്നെ എൻ്റെയും ജീവിതത്തിലെ കർത്താവ് ഇന്ന് പകൽക്കാലം അല്ലെങ്കിൽ ഇന്ന് നീ എനിക്ക് തരുന്ന ആ ഒരു ദിവസം ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ആഗ്രഹത്തോടെ അവനിൽ നിന്ന് കേട്ട് അത് ചെയ്യുവാനായിട്ടുള്ള ആ ഒരു കാര്യം. ഒരുപക്ഷെ നമുക്ക് ചില കാര്യങ്ങളൊക്കെ നന്നായി എന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ പോലും ചിലപ്പോൾ നമുക്ക് വിട്ടുകളയേണ്ടതായിട്ട് വരും. അങ്ങനെയാണെങ്കിൽ ഒരിക്കൽ നമ്മൾ ദൈവസ്ഥനിൽ നിൽക്കുമ്പോൾ ധൈര്യത്തോടെ നിൽക്കുവാനായിട്ട് ദൈവം ഇടയാക്കും. ആ ഒരു ജീവിതമാണ് ഞാൻ യഥാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത്. അവൻ്റെ ആ ഒരു പരമാധികാരത്തിന് കീഴ്പ്പെട്ടിരിക്കാനായിട്ട് ദൈവത്തിൻ്റെ ആ ഒരു തിരുഹിതം, അത് അവിടെ എന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ. ആകസ്മികമായിട്ടൊന്ന് തോന്നിയാലും കർത്താവിന് ആ ഒരു പരമാധികാരത്തിൽ എന്തൊക്കെയാണ് കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ നിവർത്തിക്കുവാനായിട്ടുള്ളത് എന്നുള്ള ആ ഒരു വലിയ അവൻ്റെ ആ ഒരു എല്ലാ നന്മയ്ക്കായിട്ട് കൂടിയാഭരിപ്പിക്കുന്ന
അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് യെരമ്യാ പ്രവാചകന്റെ പുസ്തകം നമ്മൾ വായിക്കുന്നു, 29:15 വായിക്കുന്ന പോലെ നമ്മളെക്കുറിച്ച് അവനൊരു വ്യക്തമായിട്ടുള്ളൊരു പദ്ധതിയുണ്ട്. ഒരു ആ ഒരു പദ്ധതിയാണ് എൻ്റെ ജീവിതത്തിൽ നടക്കേണ്ടത്. അതാണ് എൻ്റെ ജീവിതത്തിൽ നന്മ. ആ നന്മ ആ, അത് ആ, അതിന് കീഴ്പ്പെട്ടിരിക്കാനായിട്ട് ഞാൻ എൻ്റെ എല്ലാ പദ്ധതികളെയും മാറ്റിവെച്ച് ദൈവത്തിൻ്റെ ഹിതത്തിനായിട്ട് കീഴ്പ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ, അത് ആ ഒരു വിശ്വാസ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു സംഗതിയാണ്. അവിടെ അങ്ങനെ മുന്നോട്ട് പോകാനായിട്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തെയും കുറിച്ച് ആഗ്രഹിക്കുന്നത്. അത് ഓരോ ദിവസവും അവൻ എന്നെ നോക്കി നല്ലത് എന്ന് കാണുവാനായിട്ട് ഇടയാക്കി തീർക്കണം. ഞാൻ അതിനായിട്ട് എന്നെ തന്നെ താഴ്ത്തുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അതിനായിട്ട് സഹായിക്കട്ടെ. ദൈവം കൽപ്പിച്ച് നന്ദി പറയുന്നു. ഇച്ചിരി ലേറ്റ് ആയിട്ടാണ്. അപ്പം എന്നാലും എനിക്ക് ടച്ച് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ 27th വേഴ്സിലാണെങ്കിൽ സ്റ്റോപ്പ് ഡൗട്ടിങ് ആൻഡ് ബിലീവ്. അപ്പം ലൈക്ക് ഞാനിങ്ങനെ ഞാൻ ലൈക്ക് ജനിച്ച സമയത്ത് ലൈക്ക് COC ഇങ്ങനെ വരുന്ന, ബട്ട് ലൈക്ക് മോസ്റ്റ് ഓഫ് ദി ടൈം ലൈക്ക് എപ്പോഴും ഒരു സംശയം ഇങ്ങനെ എൻ്റെ ഇങ്ങനെ പാസ്റ്റിൽ ഉണ്ടായിട്ടുണ്ട്. ലൈക്ക് ഒരു സമയത്ത് ലൈക്ക് ലൈക്ക് ബൈബിളും ദൈവവും ഒക്കെ എങ്ങനെ വിശ്വസിക്കുന്നത്, ഐ മീൻ ലൈക്ക് ദിസ് ബുക്ക് ഇങ്ങനെ എഴുതിയതായിരിക്കത്തില്ലേ, അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. സോ ലൈക്ക് നമ്മൾ അങ്ങനെ ആ ഡൗട്ടിൽ ഇഫ് യു വിഷ് ടു കണ്ടിന്യൂ ഇൻ ദ ഡൗട്ട്, ലൈക്ക് ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഗെറ്റ് യു എനിവെയർ. അപ്പം പിന്നെ ഞാൻ എങ്ങനെ അതിൽ നിന്ന് വന്നേ, ഐ ഡോണ്ട് നോ ഹൗ, ബട്ട് ദെൻ സോ ലൈക്ക് അങ്ങനെ ആ ഒരു സംശയത്തിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാതെ, സോ ലൈക്ക് ആ വേഴ്സിനെ വെച്ച് ടച്ച് ചെയ്തു. സോ ബട്ട് ലൈക്ക് ഞാൻ അങ്ങനെ ആ വേഴ്സ് ശ്രദ്ധിച്ചിട്ടുമില്ല. സോ ലൈക്ക് ഐ വാസ് ലൈക്ക് എൻകറേജ്ഡ് ബൈ ദാറ്റ്. സോ ഇന്ന് നമ്മൾ കേട്ട പോലെ അവിശ്വാസം വരുമ്പോൾ യേശുവിനെ നോക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയാകുവാനല്ലേ പറഞ്ഞത് കേട്ടത്. രാവിലെ തോറും അവൻ്റെ വചനങ്ങൾ കേൾക്കുക. അന്നത്തെ ഡേ മുഴുവൻ നമ്മുടെ കാര്യങ്ങളെല്ലാം അവൻ ഷെഡ്യൂൾ ചെയ്തിരിക്കുക. രാത്രിയിൽ അത് അവന് നന്ദി പറഞ്ഞ് നമുക്ക് അവിശ്വാസമുള്ളൊരു ദുഷ്ടത നമുക്ക് വരണ്ട. അത് അവനോട് ചേർന്ന് നമുക്കിരിക്കാം. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ കേട്ടു. പിന്നെ നമ്മൾ ഒന്ന് പത്രോസ് 3:15 ഒരു വാക്യം ഉണ്ടല്ലോ, നിങ്ങളെ സാങ്ക്ടിഫൈ ലോർഡ്, ഐ മീൻ ക്രൈസ്റ്റ് ലോർഡ് ഇൻ യുവർ ഹാർട്ട്. സോറി, ഞാൻ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ, ഞാൻ വാക്യം വായിക്കും, ക്ഷമിക്കും. എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിക്കുവേൻ. ഞാൻ ഈ കഴിഞ്ഞ അതെ. അപ്പം നമ്മൾ പലപ്പോഴും അറിഞ്ഞു അറിയാതെയും കർത്താവ് 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 എന്ന് പറയുമ്പം ദൈവം വാസ്തവത്തിൽ അർഹിക്കുന്ന ഒരു സ്ഥാനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഉള്ളിൽ യേശു വരുമ്പം നമ്മുടെ പല കാര്യങ്ങളും നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കും. കർത്താവെ വഴിയിൽ സൂക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങളെ സൂക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു, രോഗം വരാതിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പക്ഷേ ഇത് കർത്താവ് നേഴ്സായിട്ടോ ഡോക്ടറായിട്ടോ ഒക്കെ ജോലി ഒക്കെ നമ്മളെ സൂക്ഷിക്കുന്നെങ്കിലും ദൈവം നമ്മുടെ ഉള്ളിൽ വരുമ്പം നമ്മൾ ദൈവത്തിൻ്റെ പൊസിഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹീസ് കർത്താവ്, നമ്മുടെ കർത്താവായിട്ടാണ്. ലോർഡ് എന്ന് പറയുന്ന ഒരു കാര്യം ശരിക്കും പറഞ്ഞാൽ മലയാളത്തിൽ പറയുന്ന പോലെ കർത്തൃത്വം നടത്തുന്ന ഒരാൾ, അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ മേളിൽ അധികാരമുള്ളൊരു ഒരാളായിട്ട് മാത്രമേ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു ഇരിക്കുന്നത് അങ്ങനെ ഒരാളായിട്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ദൈവം നമ്മുടെ ഉള്ളിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നതും. അത് മാത്രമാണ് ദൈവം നമുക്ക് ദൈവത്തിന് കൊടുക്കേണ്ട ഒരു സ്ഥാനം. അപ്പം ആ ഒരു പറഞ്ഞ പോലെ അങ്ങനെയുള്ള ഒരു നമ്മുടെ അനേകം ജീവിതത്തിൻ്റെ ഈ കഴിച്ചിലും മറിച്ചിലുകളുടെ ഇടയിലും ഭയങ്ങളുടെ ആകുലതകളുടെ ഇടയിലൊക്കെ നമ്മൾ കർത്താവിനൊരു ശരിയായിട്ടൊരു സ്ഥാനം എൻ്റെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ അവിടെ എളുപ്പമാണ്. കാര്യം ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നത്, കർത്താവ് എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. എന്തുവാ നാളെ സംഭവിക്കാൻ പോകുന്നത്, ഇതിൻ്റെ അന്തം എന്താകും, ഇതെന്തുവാ ഇതിൻ്റെ ഔട്ട്കം, എന്തുവാ ഇതിൻ്റെ, പക്ഷെ എന്തുവാ എനിക്ക് എന്ത് തന്നെയാണേലും കർത്താവെ അങ്ങ് തന്നെയാണ് ഇതിൻ്റെ ലോഡ്.
അങ്ങാണ് ഇതിന്റെ മൊത്തം കർത്തൃത്വത്തിൽ ഇരിക്കുന്ന കാര്യം. അതുകൊണ്ട് ഒരു പക്ഷേ എനിക്ക് എനിക്ക് ശരിയെന്ന് തോന്നുന്നു, എനിക്ക് 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 പ്രത്യക്ഷത്തിൽ നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങളാകാം, അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ എനിക്ക് നല്ലതല്ലെന്ന് തോന്നുന്ന കാര്യങ്ങളാകാം, എനിക്ക് അല്പം അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യങ്ങളാകാം, ചിലപ്പം അപ്രതീക്ഷിതമായ പല കാര്യങ്ങളാണെങ്കിലും ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, കർത്താവേ അങ്ങാണ് എൻ്റെ കർത്താവ് എന്ന് പറയുമ്പോൾ അവിടെ ശാന്തത വരും. ഞാൻ വിചാരിക്കും ദൈവം നമ്മുടെ ജീവിതങ്ങളിലൊക്കെ യേശു നമ്മുടെ ഉള്ളിലോട്ട് വരുമ്പം കർത്താവിന് നമ്മൾ കൊടുക്കേണ്ട ഒരു സ്ഥാനം എന്ന് പറഞ്ഞാൽ ഈസ് റിയൽ ലോർഡ് ഓഫ് അവർ ഹാർട്ട്സ്. നമ്മുടെ ഹൃദയത്തിൽ കർത്താവായിട്ട് മാത്രമേ അങ്ങ് അവിടുന്ന് വരുത്തുള്ളൂ. അത് തന്നെ മാത്രമേ ദൈവം പ്രതീക്ഷിക്കുന്നു. അവിടെ മാത്രമേ നമുക്ക് വാസ്തവത്തിലൊരു സമാധാനവും ആശ്വാസത്തിനുള്ള ഏക ഒരു വഴി എന്ന് പറയുന്നത് കർത്താവിന് അവിടുന്ന് അർഹിക്കുന്ന കർത്തൃത്വത്തിലേക്ക് വാസ്തവത്തിൽ ഞാൻ ഇപ്പം ഇങ്ങനെ പറയുമ്പോഴും കർത്താവേ ലോർഡ് എത്ര അത് ഈ പറഞ്ഞ എത്ര ശതമാനം ഉണ്ട് അവിടെ കർത്താവായിട്ട് ഇരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഓർത്ത് മനസ്സാന്തരപ്പെടാനായിട്ടും ആഗ്രഹിക്കുന്നു. അതുപോലെ നമ്മൾ കേട്ട പോലെ കർത്താവ് നമ്മുടെ ഉള്ളിൽ വരുമ്പം അത് ജീവൻ ഉണ്ടാകാനായിട്ട് സമൃദ്ധിയായ ജീവൻ. ഞാൻ വിചാരിക്കാവുന്ന പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ജീവൻ എന്ന അങ്ങനെയൊക്കെ പല ഈ വേദോത്സവത്തിലെ പല അങ്ങനെയുള്ള വാക്യങ്ങൾ പറയുമ്പോൾ ജീവൻ ജീവൻ എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ദൈവത്തോട് നമുക്ക് ഒരു സമയങ്ങളിൽ ദൈവം ആരാണെന്നോ ദൈവത്തെ അനുഭവിക്കാനോ ആ ഒരു എല്ലാം നമ്മൾ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് വിചാരിച്ച് ഇരുന്നിടത്ത് നമ്മൾ മരിച്ച അവസ്ഥയിലായിരുന്നു. നമുക്കൊന്നും അറിയത്തില്ല. കാര്യം നമ്മുടെ ഉള്ളിൽ ആ ജീവൻ ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെട്ടവരായിരുന്നു. അങ്ങനെ യേശുവിലേക്ക് നോക്കിയപ്പോഴാണ്, യേശു നമ്മുടെ ഉള്ളത്തിൽ വന്നപ്പോഴാണ് അവിടെ ജീവൻ, ഒരു വലിയ പ്രതീക്ഷ. ഇരുണ്ടടഞ്ഞ് മൊത്തം ഇരുട്ടായിരുന്ന ഒരിടത്ത് കുഴി പോലെ കിടന്ന ഒരു വലിയ പ്രദേശത്ത് ജീസസ് അപ്പിയർഡ് ആസ് എ ലൈറ്റ്. യേശു ഒരു വലിയ പ്രകാശമായിട്ട് നമ്മുടെ ഉള്ളിൽ ഒരു വലിയ പ്രതീക്ഷയായിട്ട്, ഒരു വലിയ പ്രതീക്ഷയുടെ ഒരു വെളിച്ചമായിട്ട് ഉദിച്ചു. അങ്ങനെ കർത്താവ് നമുക്ക് ജീവന്റെ പുതുവഴി തുറന്നു. അപ്പം നമുക്ക് അന്നേരമാണ് നമ്മൾ ഈ എന്തുവാ കാര്യങ്ങളെ തിരിച്ചറിയാനായിട്ട് തുടങ്ങിയത്. അയ്യോ ഇതാണ് ഞാൻ നടക്കേണ്ടുന്ന വഴി, ഇതാണ് ഞാൻ നടന്ന വഴി, ഇതായിരുന്നു യേശു. അപ്പൊ അത് ആ വാസ്തവത്തിൽ ഈ അല്ലാതെ അങ്ങനെ നമ്മൾ യേശുവിനെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളില് ആ ഒരു ജീവൻ, കർത്താവ് എങ്ങനെയാണ് ജീവനായി തീരുന്നത് ആ ദൈവത്തെ. അപ്പം നമുക്ക് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ഒരു 3-4 വർഷം, എത്രയോ വർഷങ്ങളായിട്ട് ദൈവത്തെ പറ്റി പല കാര്യങ്ങളും കേൾക്കുന്നെങ്കിലും ഞാൻ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു വർഷിപ്പ് സോങ് നമ്മൾ പാടിക്കൊണ്ട സമയത്താണ് ദൈവം പിതാവ് പുത്രനെ തന്റെ സ്നേഹത്തില് ഭൂമിയിലേക്ക് അയച്ചു എന്നുള്ള കാര്യം കേട്ടപ്പോൾ എനിക്കതൊരു എനിക്കൊരു വലിയ ആശ്വാസം, ഒരു റെവലേഷൻ, ഒരു വലിയ വ്യക്തിപരമായിട്ടൊരു കാര്യമായിട്ട് അതുവരെ എനിക്ക് മനസ്സിലാകാതിരുന്ന ഒരു കാര്യം. നമ്മൾ സ്ഥിരമായിട്ട് പാടുന്ന ഒരു കോറസ് അത് പിതാവ് പുത്രനെ ലോകത്തിലേക്ക് അയച്ചു എന്ന് പറയുമ്പം എനിക്ക് ആ പിതാവിന്റെ സ്നേഹത്തെ പറ്റിയുള്ള ഒരു ഇതും കൂടെ ആയിരുന്നു ദൈവം അതുവരെ എനിക്ക് ഇല്ലാതിരുന്ന ഒരു കാര്യം ആ ഒരു മനസ്സിൽ. ഞാൻ പറഞ്ഞു നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ സഭയിലൂടെ കേൾക്കാം, ഇതൊക്കെ. പക്ഷെ വ്യക്തിപരമായിട്ട് നമ്മളോടുള്ള ഒരു വചനമായിട്ട് നമ്മുടെ ഉള്ളിൽ അത് കേൾക്കുമ്പോഴാണ് നമുക്കത് ഒരു ജീവനായിട്ട് തീരുന്നത്. ആ നിലയിൽ ആ ജീവൻ തുടർന്ന് വരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ആ ജീവൻ നമ്മുടെ ഉള്ളിൽ നമുക്ക് വെളിച്ചമായിട്ട് തീരാനായിട്ടും നമ്മുടെ ഉള്ളിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ലോകത്തിലേക്ക് നോക്കുമ്പോൾ ഇന്നൊരു വലിയ ഒരു ഇരുള് നിറഞ്ഞൊരു ലോകത്താണ് നമ്മളായിരിക്കുന്നത്. അവിടെ ഈ പറഞ്ഞ പോലെ നമ്മളെ മരണത്തിന് ഏൽപ്പിച്ച് യേശുവിൻ്റെ ജീവൻ നമ്മളിലൂടെ മറ്റുള്ളവരിലേക്ക് ഒഴുകണമെന്നും ആ ജീവൻ നമ്മുടെ കുടുംബങ്ങളിലും നമ്മളായിരിക്കുന്നതൊക്കെ അങ്ങനെ ജീവന്റെ ഒരു വലിയ സാന്നിധ്യത്തിൽ നമ്മളായിരിക്കണമെന്നും ജീവൻ നമ്മളിലൂടെ പകരപ്പെടണമെന്നും നമ്മൾ ആഗ്രഹിക്കുന്നു. അതിനായിട്ട് നമ്മൾ കേട്ട പോലെ നമ്മുടെ ഒരു മരണത്തിൽ കൂടെ മാത്രമേ യേശുവിൻ്റെ ജീവൻ നമ്മളിൽ വെളിപ്പെടുത്തുള്ളൂ. അപ്രകാരം ഒരു ജീവൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്നെ സംബന്ധിച്ച് കൂടുതൽ സത്യമായി തീരാനായിട്ടും അത് ജീവന്റെ സമൃദ്ധിയിലേക്ക് ദൈവം വരാനായിട്ടും കർത്താവിന്റെ എൻ്റെ കർത്താവായിട്ട് തന്നെ എപ്പോഴും ആയിരിക്കാനായിട്ട് ഞാൻ തുടർന്നും ആഗ്രഹിക്കുന്ന ദൈവം എന്നെ സഹായിക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് കേൾപ്പിച്ച വചനങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശു കർത്താവ് ഈ സുവിശേഷം നമ്മൾ വായിച്ചാൽ ഒരുപാട് പ്രാവശ്യം ഈ ശിഷ്യന്മാരെ അവിശ്വാസത്തിൻ്റെ പേര് പറഞ്ഞ് ശാസിക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. പല അവസരങ്ങളിലും അവിശ്വാസവും കോട്ടയുമുള്ള തലമുറയെ നിങ്ങളെ ഞാൻ എത്ര നാൾ സഹിക്കും എന്ന് ആ ചന്ദ്രരോഗമുള്ള ഒരു ശിഷ്യനെ, ഒരു ബാലനെ കൊണ്ടുവന്നിട്ട് അവനെ സൗഖ്യമാക്കാൻ ശിഷ്യന്മാർക്ക് കഴിയാതിരുന്നപ്പം കർത്താവ് മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പം ഇവരെ ശാസിക്കുന്നുണ്ട് അതിന്. അതുപോലെ തന്നെ കടലിൽ കാറ്റും കോളും നിറഞ്ഞ്
തലവണ വെച്ച് ഉറങ്ങിക്കൊണ്ടിരുന്ന കർത്താവിനെ വിളിച്ചുണർത്തി. ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്കൊരു ഭാരവും ഇല്ലയോ എന്നൊക്കെ ചോദിച്ചപ്പോഴും കർത്താവ് അവിടെയും അവരുടെ അവിശ്വാസത്തെ ശാസിക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ തോമസിനോട് പറയാണ് അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. അപ്പോൾ കർത്താവ് കൂടെ ഉണ്ടായിരുന്നപ്പോഴും അവരെ അവിശ്വാസത്തിൻ്റെ പേരിൽ ശാസിച്ചു. എന്നാൽ വിശ്വസിക്കുന്ന കാര്യത്തിൽ പലരെയും അഭിനന്ദിക്കുന്നതും വായിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവ് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് കർത്താവിൽ വിശ്വസിക്കുക എന്നുള്ളത്. ഈ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ വിശ്വസിക്കുന്നത്? കർത്താവ് കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ കേട്ടതുപോലെ കർത്താവ് പരമോന്നതനാണ്, പരമാധികാരിയാണ്, അവൻ ഓൾമൈറ്റിയാണ്, സോവറിനാണ്. എൻ്റെ മുമ്പിൽ വരുന്ന എല്ലാ കാര്യങ്ങളും അവൻ്റെ നിയന്ത്രണത്തിന് കീഴിലാണെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പിറുപിറുപ്പ് ഉണ്ടാകാതിരിക്കത്തുള്ളൂ, പരാതി ഉണ്ടാകാതിരിക്കത്തുള്ളൂ, അതുപോലെ സംശയവും ഉണ്ടാകാതിരിക്കത്തുള്ളൂ. അപ്പം ഞാൻ എൻ്റെ അവിശ്വാസത്തിൽ സംശയിച്ച് പാവം പിടിച്ച് ഓരോ കാര്യങ്ങൾ പറയുമ്പം സത്യപ്രവർ പറഞ്ഞാൽ അത് പിശാച് കേൾക്കാമെങ്കിൽ പിന്നെ അവൻ്റെ പങ്കൂടെ ഇങ്ങോട്ട് തരും. അപ്പം അങ്ങനെ കർത്താവ് അങ്ങനെ ആയിത്തീരാതെ എല്ലാ സമയത്തും എൻ്റെ ജീവിതത്തിൽ പല അവസരത്തിൽ ഇപ്പം തോമസിനൊന്നും പരിശുദ്ധാത്മാവ് ലഭിച്ചിട്ടില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പെന്തക്കോസ്ത് നാളിന് ശേഷമുള്ളവർക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടിരിക്കുന്നവരാണ് എല്ലാ വിശ്വാസികളും. വാസ്തവമായും വീണ്ടും ജന്മം പ്രാപിച്ച എല്ലാ വിശ്വാസികൾക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവ് പല അവസരത്തിൽ എന്നോട് ചോദിച്ചിട്ടുണ്ട്, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. നീ വിശ്വസിക്കുന്നില്ല ഇത്രയായിട്ടും? നിന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത പല കാര്യങ്ങൾ കണ്ടിട്ടും ഈ സമയത്ത് നിനക്ക് എന്താ വിശ്വാസം ഇല്ലാതെ പോയത്? പക്ഷെ അത് കേൾക്കാനും മാനസാന്തരപ്പെടാനും ദൈവം എന്നെ സഹായിക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹൃദയം കഠിനപ്പെടുത്താതെ കർത്താവിൻ്റെ കൂടെ നിൽക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് യാക്കോവിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, യാക്കോവിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ 2 സഹോദരന്മാരുണ്ട്. എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നുവെന്ന് അറിഞ്ഞ് അതാ ശേഷം സന്തോഷമെന്ന് എണ്ണുവീൻ. അപ്പോൾ പരീക്ഷകളിൽ അകപ്പെടുമ്പോഴാണ് എൻ്റെ വിശ്വാസം ശോധന ചെയ്യപ്പെടുന്നത്. അപ്പോൾ അവിടെ എനിക്ക് സ്ഥിരത ഉളവാക്കാനാണ് കർത്താവ് ഈ പരീക്ഷ വന്നതെന്നോർത്ത്, കർത്താവിനെ പരീക്ഷയിലൂടെ കടത്തിവിടുന്നതോർത്ത് അവിടെ എൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിൽപ്പാനും അത് സ്ഥിരത ഉളവാക്കാൻ മുഖാന്തരമായി തീരുവാനും ഇടയാകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദിവസത്തിൽ ഒരു ദിവസം എന്തൊക്കെ കാര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്, അത് അവിടെയെല്ലാം കർത്താവെ എല്ലാ സാഹചര്യത്തിലും സ്വന്തം ഇഷ്ടം ചെയ്യാതെ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എന്നെ ഏൽപ്പിച്ചു കൊടുക്കണമെങ്കിൽ ഈ കർത്താവിലുള്ള വിശ്വാസം എനിക്ക് വളരെയധികം ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ഈ ശിഷ്യന്മാരെ പത്രോസ് തള്ളി പറഞ്ഞു, തോമസ് സംശയിച്ചു. പലരും പല വിധത്തിൽ വീഴ്ചകളുണ്ടായിട്ടും അവരെ പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷം ദൈവം അവരിലൂടെ ആഗ്രഹിച്ച പ്രവൃത്തികൾ നടന്നു. അവരതിന് ശേഷം വേറെ വ്യക്തികളായി തീർന്നു. അതുപോലെ കർത്താവെ, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് എപ്പോഴും പരിശുദ്ധാത്മാവുണ്ട്, എന്നാൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകേണ്ടതിനും കർത്താവ് വന്നിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും, ഓരോ ദിവസവും, ഓരോ നിമിഷവും ആ സമൃദ്ധിയായ ജീവൻ അനുഭവിപ്പാൻ തക്കവണ്ണം എൻ്റെ ജീവനെ വെച്ച് കളയുവാൻ തക്കവണ്ണം കർത്താവെ എന്നെ സഹായിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ സ്വന്തം ജീവനെ, എൻ്റെ സ്വന്തം ഇഷ്ടത്തെ വെടിയാൻ പറ്റാത്തത് കൊണ്ടാണ് എനിക്ക് യേശുവിൻ്റെ ജീവൻ എവിടെയെങ്കിലും കുറഞ്ഞു പോകുന്നതെന്ന് എനിക്കറിയാം. കർത്താവല്ല അതിന് ഉത്തരവാദി, അതിന് ഞാൻ തന്നെയാണ് ഉത്തരവാദി. അതുകൊണ്ട് കർത്താവെ, ഇനിയും എൻ്റെ കർത്താവിനെ ദുഃഖിപ്പിക്കാൻ ഒരു സമയത്തും ഇടയാകല്ലേ. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് തോമസിനോട് പറഞ്ഞ ആ ഒരു കാര്യം കർത്താവ് എപ്പോഴും വിശ്വാസത്തിലായിരിക്കാൻ ഒരു ദിവസത്തിൽ ഇന്ന് കേട്ടു, രാവിലെയും ഉച്ചയ്ക്കും ദിവസം മുഴുവനും രാത്രി കിടക്കുമ്പോഴും ഉള്ള വാക്യങ്ങൾ, എത്ര വാക്യങ്ങൾ, ഏത് സമയത്തേക്ക് വേണമെങ്കിലും വാക്യങ്ങൾ പുസ്തകത്തിലുണ്ട്. എന്നാൽ കർത്താവെ, അതിനെ അവിശ്വസിക്കുന്ന നിമിത്തം ദൈവത്തെ പരിമിതപ്പെടുത്തുന്നവളായി തീരുവാൻ എനിക്കിടയാകല്ലേ. കർത്താവെ, എപ്പോഴും വിശ്വാസത്തിൽ, അതെ, ദൈവം എൻ്റെ പിതാവാണ്, ആ പിതാവ് സർവശക്തനായ ദൈവമാണ്, അവിടുത്തെ സിംഹാസനത്തിലാണ് എപ്പോഴും. അവിടുത്തെ അധികാരം ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല, സകലം അവിടുത്തെ നിയന്ത്രണത്തിന് കീഴിലാണ്. അവിടുന്ന് അനുവദിക്കാതെ ഒരു കാര്യങ്ങളും എൻ്റെ അടുത്തേക്ക് വരത്തുമില്ല, പോകത്തുമില്ല. അതുകൊണ്ട് ആ ഒരു വിശ്വാസത്തിൽ ആയുസ് മുഴുവനും ആയിരിക്കാൻ
എന്തു തന്നെ സംഭവിച്ചാലും കർത്താവെ അവിടുത്തെ അനുവാദത്തോടെ എനിക്ക് നൽകിയിരിക്കുന്ന എല്ലാം എൻ്റെ നന്മയ്ക്കാണെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ജീവിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനായിട്ട് ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ആമേൻ. ദൈവനാമം ഉണ്ടായിരിക്കട്ടെ. കേൾപ്പിച്ച വചനങ്ങൾക്കായിട്ട് നന്ദി പറയുന്നു. മാനസാന്തരപ്പെട്ടിട്ടും ദൈവത്തെ എൻ്റെ കർത്താവും നാഥനുമായിട്ട് സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം. മാനസാന്തരപ്പെടുന്നു, എന്നാൽ ആവശ്യങ്ങളുടെ നടുവിൽ അത് ഏറ്റുപറയുകയും പിന്നെ ഉപേക്ഷിക്കുകയും വീണ്ടും അത് ഏറ്റുപറയുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ജീവിത രീതിയിലാണോ ഞാൻ ജീവിക്കുന്നത് എന്ന് ചിന്തിക്കുവാനും അവനെ എൻ്റെ രക്ഷിതാവും സ്വന്തം എൻ്റെ പിതാവായിട്ട് കർത്താവായിട്ട് സ്വീകരിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ കൊണ്ടുപോകുവാനായിട്ട് ദൈവം എന്നെ സഹായിക്കട്ടെ. ആ നിത്യജീവൻ പ്രാപിപ്പാനായിട്ട് ദൈവം എന്നെ ഇടയാക്കട്ടെ. ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ എപ്പോഴും അത് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് ദൈവം എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കേൾപ്പിച്ച എല്ലാ വചനങ്ങൾക്കായിട്ട് നന്ദി പറയുന്നു. ഇവിടെ യോഹന്നാൻ സുവിശേഷം 20:27 പറയുന്ന പോലെ കർത്താവ് തോമസിനോട് പറഞ്ഞ പോലെ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. ഈ വചനങ്ങളെ ഞാൻ ഏറ്റെടുക്കുന്നു. ഏത് ജീവിത സാഹചര്യങ്ങൾ വന്നാലും അവിശ്വാസത്തിന്റെ വാക്കുകൾ നമ്മൾ എന്നിൽ നിന്ന് പുറപ്പെടാതെ എപ്പോഴും കർത്താവിന്റെ പരമാധികാരത്തിൽ ഇതെല്ലാം ഏൽപ്പിച്ചിട്ട് വിശ്വാസിയായിരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തോമസ് പറഞ്ഞതുപോലെ എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ, കർത്താവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഏത് എല്ലാ ഏരിയാസിലും കർത്താവിനെ അവിടുത്തെ അതിൻ്റെ ലോഡ്ഷിപ്പ് കർത്താവിനെ ഏൽപ്പിക്കുന്നു, അവിടത്തേക്ക് വിട്ടുകൊടുക്കുന്നു. അതനുസരിച്ച് ജീവിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ശരിക്കും ഇന്ന് കർത്താവ് എത്രമാത്രം റിയൽ ആണ് എൻ്റെ ലൈഫിൽ, അത് മനസ്സിലാക്കാനായിട്ട് എനിക്ക് അതായിരുന്നു ദൈവം എന്നോട് സംസാരിച്ചത്. എസ്പെഷ്യലി നമ്മൾ ചുറ്റും എല്ലാം അൺസർട്ടൻ ആയിരിക്കുമ്പോൾ, എല്ലാവരും ഇപ്പം ചുറ്റും എല്ലാവരും ഇതിന് എപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയാത്ത ഒരു സിറ്റുവേഷനിലിരിക്കുമ്പം അവിടെ നമുക്ക് ശരിക്കും ഒരു ക്രിസ്ത്യാനിക്ക് മാത്രമേ അവിടെ ആ ഒരു സാഹചര്യത്തിലും ഒരു കോൺഫിഡൻസോടെ ആയിരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് ആയിരിക്കുന്നില്ലെങ്കിൽ പിന്നെ വേറെ ആർക്കായിരിക്കും അവിടെ കോൺഫിഡൻ്റ് ആയിട്ടായിരിക്കാനായിട്ട് സാധിക്കുന്നത്? ശരിക്കും ഇന്ന് സന്ധ്യവട്ടം പറഞ്ഞപ്പോൾ ആ ഒരു നമ്മൾ ഒരു ഹോട്ടലിൽ ചെന്ന് ദോശ ഓർഡർ ചെയ്താൽ അതിൻ്റെ കൂടെ ബാക്കിയെല്ലാം കിട്ടിക്കോളൂ. അതുപോലെ നമ്മൾ ഈ ലോകത്തിലെ ആൾക്കാർ ചെയ്യുന്ന പോലെ അവർ പലതിനായിട്ടും അവിടെ ഇവിടെ ഓടുന്നു. ഇത് വേണോ ഇത് വേണോ, നമ്മളും അങ്ങനെ ഓടാതെ കർത്താവിനെ മാത്രം അന്വേഷിക്കുക. കർത്താവിൻ്റെ ആ ഒരു പ്രസൻസിലായിരിക്കുമ്പം കർത്താവ് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കുമ്പം പിന്നെ നമുക്ക് ബാക്കിയെല്ലാം അതിൻ്റെ കൂടെ കർത്താവ് തന്നെ തരും നമുക്ക്. അതാണ് ഇവിടെ ഈ ഒരു പോർഷനിൽ എനിക്ക് മനസ്സിലായത്. തോമസിന് കർത്താവ് അവിടെ എപ്പോഴും ഇന്ത്യയിൽ വന്നാലും, ഇനി ഇന്ത്യയല്ലേ വേറെ ലോകത്തിൻ്റെ എവിടെ ചെന്നാലും അവിടെ കർത്താവ് കൂടെ ഉണ്ടെന്ന് തോമസിന് മനസ്സിലായി. അതുകൊണ്ടാണ് അത്രയും ധൈര്യത്തോടെ പല കാര്യങ്ങളും തോമസിന് ചെയ്യാൻ സാധിച്ചത്. അതിനായിട്ടാണ് കർത്താവ് അവിടെ പ്രത്യക്ഷപ്പെട്ടത്. അതുപോലെ എൻ്റെ ജീവിതത്തിലെ ഓരോ സാഹചര്യത്തിലും കർത്താവ് എവിടെയോ ഇരിക്കുന്നു, ഞാനിങ്ങനെ പ്രാർത്ഥിക്കും, അപ്പം ചിലപ്പോൾ പെട്ടെന്ന് കർത്താവ് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ആയിട്ടല്ല, മറിച്ച് ഞാൻ രാവിലെ എണീക്കുമ്പോൾ തന്നെ കർത്താവും എൻ്റെ കൂടെ എണീറ്റു എന്ന് പറഞ്ഞ് അങ്ങനെ കർത്താവ് ഉറങ്ങുന്നില്ല. അങ്ങനെ ഒരു വേഴ്സ് ഉണ്ട്, ഹി ഡസ് നോട്ട് സ്ലീപ്പ്. കർത്താവ് ഉറങ്ങാതെ എനിക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഈവൻ ഞാൻ എണീക്കുമ്പോഴും ഞാൻ ഒറ്റയ്ക്കല്ല, ഇപ്പം മൈ ഫ്രണ്ട് ഈസ് വിത്ത് മീ. അങ്ങനെ ശരിക്കും സോങ് ഓഫ് സോങ്സിലെ 7 വേഴ്സ് 11 and 12 കഴിഞ്ഞ ദിവസം ഞാൻ രാവിലെ എണീറ്റ് ബൈബിള് ഒന്നും വായിക്കാൻ സമയമില്ല, കാരണം ഹെൽപ്പിന് വരുന്ന ആള് വരും. അപ്പൊ പുള്ളിക്കാരിക്ക് നമ്മൾ എന്തൊക്കെ ചെയ്യണോന്ന് നമ്മളവിടെ എടുത്തു വെച്ചില്ലെങ്കിൽ പുള്ളിക്കാരി മീൻസ് അപ്പം അവർക്കൊരു ട്രബിളാണ് നമ്മള്. അപ്പൊ അപ്പം നമുക്ക് ബൈബിള് വായിക്കാൻ പോലും സമയമില്ല. അപ്പം എല്ലാം എടുത്തു വെച്ചിട്ടാണ് സാധാരണ ഞാൻ ബൈബിള് വായിക്കാം. അപ്പം ഈ ഒരു പെട്ടെന്ന് ഈ ഒരു വേഴ്സാ ദൈവം എന്നെ ഓർപ്പിച്ചത്. ഒരു ലെറ്റ് us rise early and go to the vineyards, let us see whether the vine has budded. Song of Songs 7 verse 12. And its blossoms have opened, and whether അങ്ങനെ പല പല കാര്യങ്ങളാ. എന്നിട്ട്
ആ ഒരു ദെയർ ഐ വിൽ ഗിവ് യു മൈ ലവ്. അപ്പോൾ കർത്താവിൻ്റെ കൂടെ ലെറ്റ് അസ് റൈസ്. അപ്പം കർത്താവിൻ്റെ കൂടെ ഉള്ള ഒരു യാത്രയാണ് ക്രിസ്തീയ ജീവിതം. കർത്താവിൻ്റെ കൈപിടിച്ച് കർത്താവിൻ്റെ കൂടെ കർത്താവ് എനിക്ക് കാണിച്ച ഒരു സന്ധ്യവട്ടം പറഞ്ഞ പോലെ ആ ഒരു പാലം അത് വളരെ സ്ട്രോങ് ആണ്. എനിക്ക് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് അറിയത്തില്ലായിരിക്കും, പക്ഷെ കർത്താവിനറിയാം. ഒരു കുക്കിംഗ് പോലും ചെയ്യണമെങ്കിൽ അത് കർത്താവിനറിയാം ഏറ്റവും ബെസ്റ്റായിട്ട് എങ്ങനെ ചെയ്യണം, ഏറ്റവും സമയം കുറച്ച് ഏറ്റവും വളരെ ടേസ്റ്റി ആയിട്ട്. അപ്പം അതിനു പോലും എനിക്ക് കർത്താവിൻ്റെ ആവശ്യമുണ്ട്. എനിക്ക് അപ്പം കർത്താവിൻ്റെ കൈ പിടിക്കാതെ എനിക്ക് ഒന്നും സാധിക്കത്തില്ല. അങ്ങനെ ഒരു ഹെൽപ്ലെസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഞാൻ കർത്താവിൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ കർത്താവ് കാര്യങ്ങളെല്ലാം ചെയ്തോളൂ. അപ്പം ആ ഒരു കോൺഫിഡൻസോടെ ഇരിക്കുമ്പം പലരും നമ്മുടെ ചുറ്റുമുള്ളവരും അവർക്ക് പല സംശയങ്ങളും ഭയങ്ങളും ഒക്കെ ഉള്ളപ്പോൾ അവരെ ആശ്വസിപ്പിക്കാനായിട്ടും അവർക്കും ഈ കർത്താവിനെ കാണിച്ചു കൊടുക്കാനായിട്ടും നമുക്ക് സാധിക്കും. അതിനായിട്ട് നമ്മളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. ആമേൻ. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ അവൻ്റെ സന്നിധിയിലായിരിക്കുവാനായിട്ട് ദൈവം എന്നെ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 139 സങ്കീർത്തനം അതിൻ്റെ 16 വാക്യം ഞാൻ എടുത്ത് വെച്ചത്. ഞാൻ ലീവിംഗ് ബൈബിളിൽ നിന്ന് ഞാനത് എടുത്ത് വെച്ചായിരുന്നു, അതങ്ങ് പോയി. ജസാനോട് പോയി ഇത് കിട്ടത്തില്ലായിരിക്കും അല്ലേ? അതെ അതെ, അതൊന്ന് നോക്കാം പറയാം അല്ലേ. ഞാനത് എടുക്കാം. ഞാൻ വായിക്കാം. അതെ അത് നമ്മളതിൻ്റെ 16 വാക്യം വായിക്കുമ്പോൾ, യു സോ മീ ബിഫോർ ഐ വാസ് ബോൺ ആൻഡ് ഷെഡ്യൂൾഡ് ഈച്ച് ഡേ ഓഫ് മൈ ലൈഫ് ബിഫോർ ഐ ബിഗാൻ ടു ബ്രീത്ത് എവറി ഡേ വാസ് റെക്കോർഡഡ് ഇൻ യുവർ ബുക്ക്. എന്നെ വളരെയധികം എന്നെ ഉറപ്പിക്കുന്ന ഒരു ദൈവത്തിൻ്റെ വചനമാണ് അത്. അതായത് നമ്മൾ എന്താണ് ദൈവത്തിൻ്റെ നമ്മളെക്കുറിച്ചുള്ള ആ ഒരു അവൻ്റെ ആ ബുക്കിൽ, അതായത് ഞാനൊരു ശ്വസിക്കുന്നതിന് മുമ്പേ തന്നെ അവൻ എന്നെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവൻ്റെ, അതായത് ഓരോ ദിവസത്തെക്കുറിച്ചുള്ള എൻ്റെ മുഴുവൻ ലൈഫിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അവൻ്റെ പുസ്തക ചുരുളിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനെ ഇങ്ങനെ കാണുന്നു, എൻ്റെ ജീവിതത്തിൽ വരുന്ന കാര്യങ്ങളെല്ലാം തന്നെ അവൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരം നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എനിക്കതിനെക്കുറിച്ച് വിചാരപ്പെടേണ്ടതായോ ആകുലപ്പെടേണ്ടതായോ കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. എൻ്റെ മാതാപിതാക്കൾ എന്നെ കാണുന്നതിന് മുമ്പ് അല്ലേ, പിണ്ടാഹാരമായിരുന്നപ്പോൾ തന്നെ കർത്താവിൻ്റെ കണ്ണെന്നെ കണ്ടെന്ന് പറയുമ്പോൾ അതൊരു ഒരു രൂപവും ഇല്ലായിരുന്ന ഒരു അവസ്ഥയിൽ തന്നെ എൻ്റെ കർത്താവ് എന്നെ കണ്ടിരിക്കുന്നു. അത് മാത്രമല്ല, എൻ്റെ ജനിപ്പിച്ച മാതാപിതാക്കൾ എന്നെ കാണുന്നതിന് മുമ്പേ കർത്താവ് എന്നെ കണ്ടു. എന്നെക്കുറിച്ചുള്ള നിയമിക്കപ്പെട്ട നാളുകൾ ഒന്നും ഇല്ലാതിരുന്നപ്പോൾ എന്ന് എഴുതിയിരിക്കുമ്പോൾ, നമ്മുടെ സാധാരണ മലയാളം പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഞാൻ എത്ര നാൾ ജീവിച്ചിരിക്കുന്നുള്ളതിനെക്കുറിച്ചൊന്നും എനിക്കും അറിയില്ല, എന്നെ അറിയുന്നവർക്കും അറിയില്ല. പക്ഷേ എൻ്റെ ദൈവത്തിന് നന്നായിട്ട് ആ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അവന് എന്നെക്കുറിച്ചുള്ള അവൻ്റെ പദ്ധതിക്കായിട്ട്, അവൻ്റെ ഒരു കരുതലിനായിട്ടൊക്കെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് മാത്രമല്ല, ഇങ്ങനെ നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ യെശയ്യാപ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 50 അധ്യായത്തിൽ ഓരോ ദിവസവും നമ്മൾ ദൈവത്തിൽ നിന്ന് കേൾക്കുന്നതിനെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ആ കേട്ട് നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ അല്ലേ? അതിൻ്റെ നമുക്കറിയാം, നമ്മൾ ഈ പല പ്രാവശ്യം ദൈവത്തിൻ്റെ വചന സഭയിൽ കൂടി ഇത് കേട്ടിട്ടുണ്ട്, ഈ രാവിലെ തോറും നമ്മൾ ദൈവത്തെക്കുറിച്ച് കേൾക്കുന്നതിനെക്കുറിച്ച്. എന്നാൽ അവിടെ 5 വാക്യത്തിൽ പറയുന്നു, യഹോവയെ കർത്താവിൻ്റെ ചെവി തുറന്നു, ഞാനോ മറുത്തു നിന്നില്ല, പിന്തിരിഞ്ഞതുമില്ല. യെശയ്യാവ് 50 5 വാക്യം. നേരത്തെയുള്ള വാക്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും സഭയിൽ കേൾക്കുന്നതാണ്. രാവിലെ തോറും നമ്മളെ ഉണർത്തുന്ന ഒരു ദൈവം, നമ്മളോട് സംസാരിക്കുന്ന ദൈവം. അപ്പോൾ ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ അതിനോട്, നമ്മളെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്, ഞാൻ മറുത്തു നിൽക്കാതെ ആ ഒരു കാര്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാതെ, കാരണം ഈ ഒരു വിളി കർത്താവിനെ കുറിച്ച് ഇപ്പോൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള അവൻ്റെ ആ ഒരു ആഗ്രഹം, അതിൽ ഞാൻ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ നാൾതോറും ക്രൂശെടുക്കണം, നമ്മൾ ഇതിനെ ത്യജിക്കണം,
ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യേണ്ടതായ ഒരു കാര്യമാണ്. ഞാൻ അതിനോട് മറുത്തു നിൽക്കാതെ അവൻ എന്നോട് എന്താണ് സംസാരിക്കുന്നത് ആ കാര്യത്തോട് ഞാൻ ഒരിക്കലും മറുത്തു നിൽക്കാനായിട്ട് പാടില്ല. അത് മാത്രമല്ല അവിടെ പിന്തിരിഞ്ഞ് പോകാനായിട്ടും പാടില്ല. ആ ഒരു കാര്യം എൻ്റെ ഹൃദയത്തിൽ ഉറച്ചിരിക്കുന്ന ഒരു വാക്യമാണ്. നമ്മൾ യോഹന്നാൻ്റെ പുസ്തകം നമ്മൾ വളരെ നാളുകളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് എല്ലാവർക്കും മനഃപാഠമായിട്ടുള്ളൊരു കാര്യമായിരിക്കാം. എങ്കിലും എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ 17-ാമത്തെ അധ്യായം അവിടെ അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. യേശു പ്രാർത്ഥനയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി നീ എനിക്ക് ചെയ്യാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. ഞാൻ ഈ ഒരു പ്രയാസത്തിലൂടെയും കടന്നു പോയപ്പോഴും എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയൊരു കാര്യം, ഞാൻ പ്രാർത്ഥനയിൽ ഇങ്ങനെ തിരിച്ചു പ്രാർത്ഥിച്ചു, കർത്താവേ നീ എനിക്ക് തന്നിരിക്കുന്ന പ്രവൃത്തി ചെയ്യാനായിട്ട് എനിക്കൊരു അവസരം അത് പൂർണ്ണമാക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ ഒരു അവസരം എനിക്ക് തരണമെന്നൊക്കെയുള്ള പ്രാർത്ഥനയിൽ കൂടിയാണ് ഞാൻ ആ സമയത്തൊക്കെ മുൻപോട്ട് പോയത്. ഞാൻ ഈ വായിച്ച ഈ 3 വാക്യങ്ങളും ആ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതുവരെ നടത്തിയ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. വീണ്ടും അവൻ്റെ നാമം എന്നിലൂടെ മഹത്വപ്പെടുവാനായിട്ട് ഇടയായി തീരണം. ഈ ദേശത്ത് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ദൈവം എന്നെ വിളിച്ചത്, കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, ആകസ്മികമായിട്ട് ഒരാൾ ഒരു ബുക്കുമായിട്ട് ഇവിടെ വരുന്നു നമ്മുടെ ചർച്ചിൽ. ഞാൻ വീണ്ടും അത് കേൾക്കാത്തവർക്ക് വേണ്ടി പറയുകയാണ്. അങ്ങനെ ആരും വന്ന്, ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരു ബുക്കുമായിട്ട് ആരെങ്കിലും ചാക്ബറിൻ്റെ ബുക്കുമായിട്ട് നടന്ന് ഓരോ വീട്ടുകളിൽ കൊടുത്തിട്ടുണ്ടോ? ഇല്ല എന്നുള്ളതാണ് പലരുടെയും മറുപടി. അപ്പോൾ അത് എന്നെ തേടി വന്ന ദൈവത്തിൻ്റെ ഒരു വലിയ സ്നേഹമാണ്. അത് കഴിഞ്ഞ് എത്രയോ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഈ ഒരു സഭയുമായിട്ട് ബന്ധപ്പെടാനായിട്ട് ഇടയായി. എത്ര നാൾ പറഞ്ഞു? 1.5 വർഷത്തിന് ശേഷമാണ് ഞാൻ വീണ്ടും ഈ സഭയായിട്ട് ബന്ധപ്പെടുന്നത്. ഈ ബുക്ക് കിട്ടുമ്പോൾ എനിക്കറിയില്ല ഇങ്ങനൊരു സഭയുണ്ടെന്നോ സാക്ബർ ഒരു പ്രഭാഷകനാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചർച്ച ഉണ്ടെന്നോ ഒന്നുമുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. പക്ഷേ ദൈവം എന്നെ തേടി വന്നു. അപ്പോൾ ആ ദൈവത്തിൻ്റെ ഉദ്ദേശമുണ്ട്. ഈ ദേശത്ത് എന്നെ അങ്ങനെ വിളിച്ചതിന് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. അത് എന്നിലൂടെ നിറവേറണം. അതിന് ദൈവം എനിക്ക് തരുന്ന എല്ലാ അവസരങ്ങളും ഉപയോഗിക്കാനായിട്ട് ദൈവം ഇടയാക്കണം. അതിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ മാത്രമല്ല, എനിക്ക് ദൈവം തന്ന കൂട്ടാളിയും എനിക്ക് തന്ന ദൈവം തന്ന തലമുറയും ആ ഒരു മാർഗത്തിലൂടെ, നമ്മൾ പുറനക്കാരനായ ശിമോൻ്റെ കാര്യം കേട്ടപ്പോൾ അവൻ്റെ തലമുറ ആ ഒരു സത്യത്തെ അറിഞ്ഞ് അനുഗമിക്കുവാനായിട്ട് ഇടയായി എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ തന്ന കുഞ്ഞുങ്ങൾ അവർ ദൈവത്തെ അറിയുവാനായിട്ടും ദൈവ വഴിയിൽ നടക്കുവാനായിട്ടും ദൈവത്തിൻ്റെ നാമം ഈ ദേശത്ത് മഹത്വപ്പെടുത്തുവാനായിട്ട് അവരുടെ ജീവിതത്തിലൂടെ ഇടയാക്കി തീർക്കണം. അതിന് നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ ചോദിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ദൈവത്തിന് നന്ദി പറയുന്നു. ഒരു വട്ടം കൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കാൻ സഹായിച്ചോടെ സ്തോത്രം ചെയ്യുന്നു. സത്യം പറഞ്ഞാൽ ഇന്നെന്തോ പറയേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് ഇന്നലെ രാത്രി ഞാൻ എണ്ണിച്ചപ്പോൾ എനിക്ക് വിശന്നപ്പോഴാണ് ഞാൻ എണ്ണിച്ചത്. രാത്രി 1:30 എണ്ണിച്ചപ്പോൾ ഇന്നലെ യേശു വെച്ചാൽ നമ്മളെ ദൈവം എൻ്റെ ഒരു മനസ്സിൽ തോന്നിച്ചൊരു കാര്യമാണ്. എന്തിനാണ് നമ്മളെ യേശു എന്നുവെച്ചാൽ നമ്മുടെ ഈ മനുഷ്യനായിട്ട് നമ്മൾ ഈ ലോകത്തിൽ അയച്ചിരിക്കുന്നത് എന്നൊരു തോന്നല് ആ ഒരു 1:30 സമയത്ത് എനിക്ക് തോന്നി. ആ സമയത്ത് എനിക്ക് ഉറക്കം വന്നിട്ട് പിന്നെ ഈ വിശന്നിരിക്കുന്നതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാനുള്ള രീതിയിലായിരുന്നു. ഞാനാണെ പിന്നെ കിടന്നുറങ്ങി. ഇനി രാവിലെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് വീണ്ടും ഒന്ന് ഓർത്തപ്പോൾ പിന്നെ ആ സമയത്ത് ഞാൻ ചിന്തിച്ചപ്പോഴാണ് എനിക്ക് അതിനുള്ള ഉത്തരം കിട്ടിയത്. നമ്മുടെ യേശുവിൻ്റെ റെപ്രസെൻറ്റേഷൻ ആയിട്ടാണ് നമ്മളെ ഓരോരുത്തരെയും ഈ ലോകത്തിലോട്ട് നമ്മളെ അയച്ചിരിക്കുന്നത്. നമ്മളിലൂടെ ബാക്കിയുള്ളവർക്ക് ഈ മനുഷ്യരിൽ ആയിരിക്കുമ്പോൾ നമ്മളിലൂടെ യേശുവിനെ ബാക്കിയുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനും നമ്മുടെ ആ ഒരു യേശുവിൻ്റെ സ്വഭാവം കാണിക്കുവാനുമാണ് നമ്മുടെ ഈ ലോകത്തിൽ അയച്ചിരിക്കുന്നത്. പലപ്പോഴും അപ്പം ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് പലപ്പോഴും അങ്ങനെ പറ്റാറില്ല. കാരണം നമ്മൾ ഈ ചർച്ചിൽ മെസ്സേജ് കേൾക്കുന്നു, പിന്നെ അല്ലാതെ കോട്ടേജ് മീറ്റിലുള്ള ഓൺലൈനിൽ മെസ്സേജ് കേൾക്കുന്നു. അത് കേട്ടിട്ടും എൻ്റെ ഒരു പ്രാക്ടിക്കൽ ലൈഫിൽ എനിക്കങ്ങനെയൊന്നും നടക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു വിചാരം എനിക്കുണ്ടായി. അപ്പം അതിനുവേണ്ടി നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ ഞാനിപ്പം +2-ലാണ്. അപ്പം അതിന് തുടർന്ന് നല്ല രീതിയിൽ ഈ വർഷം നല്ല രീതിയിൽ പഠിക്കുവാനും പിന്നെ ആരോഗ്യ പ്രശ്നമൊന്നും ഉണ്ടാകാതിരിക്കാനും എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു ഭാഷയോടെ എനിക്ക് നിൽക്കുവാനുള്ള ഒരു അവസരം എനിക്ക് ഒരുക്കി തന്നു. എനിക്ക് തോന്നുന്നു നവംബർ മാസത്തിലാണ് ജസ്മിൻ്റെ ബർത്ത്ഡേ സമയത്താണ് ഇവിടെ ഒരു പ്രെയർ വെച്ചത്. അതിൻ്റെ ശേഷം ഇപ്പോൾ ദൈവം അവിടുന്ന്
പ്രാർത്ഥന നമുക്കൊരു ശരീരമായിട്ട് കൂടുവാൻ ദൈവം ഒരുക്കി തന്ന ആ ഭാഗ്യത്തിന് നന്ദി പറയുന്നു. ദൈവത്തിന് ഞാൻ നന്ദി എത്ര പറഞ്ഞാലും വാക്കുകൾ പോരാ. എൻ്റെ ദൈവം എനിക്ക് ചെയ്ത നന്മ എന്നെ സംബന്ധിച്ച് എനിക്ക് എന്തെങ്കിലും ഇതിന് കേട്ടാൽ മതി, പെട്ടെന്ന് എനിക്ക് ടെൻഷൻ്റെ ആളാണ് ഞാൻ. ഒരു ചെറിയ കാര്യം മതി, പിന്നെ എനിക്ക് അങ്ങ് ടെൻഷൻ എനിക്കറിയത്തില്ല അത് എങ്ങനെ എനിക്ക് വരുന്നതെന്ന് അറിയത്തില്ല. പക്ഷേ പെട്ടെന്ന് ഞാൻ അന്നേരമൊക്കെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കും, കർത്താവ് എന്നെ സഹായിക്കണം. അതുപോലെ ഈ ജോമൻചാൻ്റെ സർജറി സമയത്താണേലും എൻ്റെ ദൈവം എന്നെ ഒത്തിരി, ഞാൻ ആ സമയത്തൊക്കെ തകർന്നു പോയിട്ടുണ്ട്. എന്നാൽ എൻ്റെ ദൈവം അവിടെ നിന്നൊക്കെ എന്നെ സഹായിച്ചു. അനേകർ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എനിക്ക് വേണ്ടി. എന്നാൽ എൻ്റെ ദൈവം എന്നെ ഒരുപാട് ആശ്വാസം, ആ സമയത്ത് അജയ് ബ്രദറൊക്കെ എൻ്റെ കൂടെ ആ സമയത്ത് എനിക്ക് ആശ്വാസം പറഞ്ഞ് നിൽക്കാൻ. ബ്രദർ എന്നോട് പറയും ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് പോയിട്ട് തിരിച്ച് എന്നെ വിളിക്കുക, സിസ്റ്ററെ ഞാൻ പോയില്ല, ഞാൻ പോയില്ല. എന്നോട് ഞാൻ പോവാ ട്രെയിനിൽ കയറി എന്നോട് പറയാം ഞാൻ പോയില്ല, ഇനി ഞാൻ ഡോക്ടറെ കണ്ടിട്ട് പോകുന്നില്ല. ആ സ്നേഹം, ദൈവസ്നേഹം ഞാൻ ഓർക്കുന്നു. പക്ഷേ എന്നെ സർജറി സമയത്ത് ജോമൻചാൻ അവിടെ വന്ന സമയത്താണോ ഒരു ചെറിയ സൈലന്റ് അറ്റാക്ക് ഉണ്ടായെന്ന് പറയുന്നു. അതോടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കറിയത്തില്ല ഞാൻ എന്തുവാ ചെയ്യേണ്ടതെന്ന്. എനിക്ക് എന്തോ ആ സമയത്ത് എനിക്കറിയത്തില്ല. പക്ഷെ എൻ്റെ ദൈവം എന്നെ ഒരുപാട് സ്നേഹിച്ചു. ദൈവം എന്നെ ഒത്തിരി അവിടുന്നൊക്കെ അനേകരെന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിന് ഞാൻ എത്ര നന്ദി പറഞ്ഞാലും പോരാ. ഇവിടെ കൊണ്ടുവന്നാണേലും ദൈവം എനിക്ക് നോക്കുവാനൊക്കെ ദൈവം എന്നെ സഹായിച്ചു. എങ്കിലും എനിക്ക് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എല്ലാം ചെയ്ത് കഴിയുമ്പോൾ രാത്രിയിലൊക്കെ ശരീരത്തിന് വേദന, സഹിക്കാൻ പറ്റാത്ത വേദനകളൊക്കെ. എന്നാലും എൻ്റെ ദൈവം എന്നെ രാവിലെ എണീക്കുമ്പോൾ ഓക്കെ ആവും. ഇപ്പം പുതിയതായിട്ട് വന്നത് വെരിക്കോസിന്റെ പ്രശ്നം. അവിടെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ആ മനുഷ്യൻ്റെ പിറ്റേ ദിവസം തന്നെ സർജറി ചെയ്യണമെന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് ശേഷം പിന്നെ അജയ് ബ്രദർ ഡോക്ടർ സന്ദീപിനോട് പറഞ്ഞ് അങ്ങനെ ആ ഡോക്ടർ ഷൈനെ കാണാൻ പോയി. അങ്ങനെ ഷൈൻ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പം ആ വെരിക്കോസ് കഴിഞ്ഞപ്പോൾ അടുത്ത എൻ്റെ രണ്ടും മുട്ടും തേയ്മാനാന്ന് പറഞ്ഞു. അതോടെ കേട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ പറയണ്ട. പിന്നെ ഇങ്ങനെ ദൈവം അവിടെ നിന്നൊക്കെ എന്നെ സഹായിക്കുന്നു, നടത്തുന്നു. എന്നെ പല പ്രശ്നങ്ങളെ കൂടെ ഉണ്ട്. എന്തോ പറയുന്നത്, വെയിറ്റ് കുറയ്ക്കണം. പക്ഷെ ഞാൻ വെയിറ്റ് കുറയ്ക്കാൻ ഞാൻ ആരെയും ഭക്ഷണം കാണിക്കാറില്ല. പക്ഷെ എൻ്റെ വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കുക. അപ്പം ഇതിനൊക്കെ എന്നെ ദൈവം അവരുടെ എൻ്റെ വൈഫിനെ കാണാനും എനിക്ക് പറഞ്ഞു തന്നെ അതൊക്കെ ചെയ്യാനൊക്കെ ദൈവം എന്നെ സഹായിക്കണം. ഇതിൻ്റെ ഉപരി എൻ്റെ കർത്താവ് ചെയ്ത നന്മയ്ക്കായിട്ട് നന്ദി പറയുന്നു. കൂടുതലായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതിനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു.